ലോക്സഭയിൽ സീറ്റ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കക്ഷികൾക്കും അംഗങ്ങൾക്കുമൊക്കെ അതൃപ്തി. ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് നടപടിയിൽ സമാജ്വാദി പാർട്ടി അടക്കമുള്ള കക്ഷികൾക്കാണ് അമർഷോത് പാളയത്തിൽ തന്നെ പടയാണ്. 5ഉം 6ഉം തവണ എംപിമാരായവർക്ക് മുൻ സീറ്റുകളിൽ പരിഗണന കിട്ടിയില്ല എന്നാണ് പരാതി. പ്രതിപക്ഷ നിരയിലെ ആദ്യ ബ്ലോക്ക് കോൺഗ്രസ് ഏറെക്കുറെ പൂർണ്ണമായി കൈയടക്കി എന്നാണ് മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ പരാതി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന് മൂന്നാമത്തെ ബ്ലോക്കിൽ ആദ്യ വരിയിലാണ് ഇരിപ്പിടം. DMK നേതാവ് കനിമൊഴി, NCP നേതാവ് സുപ്രിയ സുലെ, RJD നേതാവ് മിസ ഭാരതി എന്നിവരും രണ്ടാമത്തെയും മൂന്നാമത്തെയും ബ്ലോക്കുകളിൽ പിൻ സീറ്റുകളിലായി. ഇവരെല്ലാവരും തന്നെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൽ അസ്വസ്ഥരാണ്. ലോക്സഭ തുടങ്ങിയപ്പോൾ KC വേണുഗോപാൽ അഖിലേഷ് യാദവിനോട് സംസാരിക്കുന്നതും കാണാമായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ട്രഷറി ബെഞ്ചുകളുടെ നേരെ മുന്നിലെ ബ്ലോക്കാണ് കോൺഗ്രസ് സ്വന്തമാക്കിയത്. സ്വാഭാവികമായും TV ക്യാമറകളുടെ ഫോക്കസ് ആ മേഖലയിലായിരിക്കും. ഇത് മുതലെടുക്കാനുള്ള കോൺഗ്രസ് ശ്രമമാണെന്ന് മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് പരാതിയുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് PAC ചെയർമാൻ കൂടിയായ KC വേണുഗോപാലിന് പുറമെ DMKയുടെ നേതാവ് TR ബാലുവിനാണ് ആദ്യ വരിയിൽ ഇടം പിടിച്ചത്. തൊട്ടടുത്ത ബ്ലോക്കിലെ ആദ്യ വരിയിൽ ഗൗരവ് ഗൊഗോയ്, കൊടുക്കുന്നിൽ സുരേഷ് എന്നിവരാണ്. അഖിലേഷ് യാദവിനോടൊപ്പം മൂന്നാമത്തെ ബ്ലോക്കിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുദീപ് ബന്ദോപാധ്യായയ്ക്കും സീറ്റ് നൽകിയത്. കോൺഗ്രസിൽ തന്നെ ശശി തരൂർ ആദ്യ ബ്ലോക്കിലെ മൂന്നാമത്തെ വരിയിലും മനീഷ് തിവാരി നാലാമത്തെ വരിയിലുമാണ്. പഴയ ലോക്സഭയിലെ ആദ്യ ബ്ലോക്കും ഇരിപ്പിടങ്ങളും എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കും നൽകിയിരുന്നു. ഭരണപക്ഷത്തു നിന്നും പരസ്യമായി പരാതി ഉയർന്നു. മുതിർന്ന അംഗം TDPയിലെ മാഗുണ്ട ശ്രീനിവാസ റെഡ്ഡി തന്നെ 6ാമത്തെ നിരയിലേക്ക് മാറ്റിയതിൽ സഭയിൽ പ്രതിഷേധിച്ചു. NDAയിലെ മറ്റു ചില കക്ഷികൾക്കും പരാതിയുണ്ട്. ഇത്തരം പരാതികൾ സഭയിൽ ഉന്നയിക്കരുതെന്ന് സ്പീക്കർ ഓം ബിർള പിന്നീട് മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.